من أحدث في أمرنا هذا ما ليس منه فهو رد وكل خير في اتباع من سلف وكل شر في ابتداء من خلف يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വേദിയിലുള്ള വിശിഷ്ടരായ ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കേണ്ടത്. ഈ സദസ്സ് അല്ലാഹ് പൊരുത്തപ്പെടുന്ന ഒരു അമലായി കബൂൽ ചെയ്ത് റജബിലും ശഅബാനിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഉദ്ദേശിക്കുന്നില്ല. ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊള്ളാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുമാണ് റജബിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. റജബിൽ കൂടുതൽ ഇസ്തിഗ്ഫാറുകൾ നടത്തി ബയ്യിൽ സ്വഹീഫത്തക സൗദാ ഫി റജബി, കറുത്തുപോയ തെറ്റുകുറ്റങ്ങളുടെ ഏടിനെ വെളുപ്പിക്കാനാണ് റജബ് അള്ളാഹു നമുക്ക് നൽകിയത്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു ഇരുമാറാവട്ടെ. വരാനിരിക്കുന്ന ജീവിതം നന്നാക്കിയെടുത്ത് നന്മയുള്ള ജീവിതം കാഴ്ചവെക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിതം തന്നത് ഈ ലോകത്ത് അടിച്ചു പൊളിക്കാനുള്ളതല്ല, മറിച്ച് ആഖിറം വാങ്ങാനാണ്. ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങണം. ദുനിയാവ് ആസ്വദിച്ചാൽ ദുനിയാവ് വിൽപ്പന നടക്കൂല. വിൽപ്പനക്ക് വെച്ച ഫോണ് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്ത് വിൽപ്പനയാണ്? വിൽപ്പനക്ക് വെച്ച ഒരു സാധനം നമ്മൾ ഉപയോഗിക്കൂ. ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങാൻ നമുക്ക് കഴിയണം. അല്ല, നേരെ തിരിച്ചാണെങ്കിൽ ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങിയാൽ യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വ ഫീ സലമി, കച്ചവടം നഷ്ടത്തിലായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മഹാന്മാർ പറഞ്ഞത്, ദുനിയാവ് വിറ്റ് ആഖിറം വാങ്ങാൻ ശ്രമിച്ചാൽ ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും. ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ നോക്കിയാൽ ആഖിറം ഉണ്ടാവില്ല, ദുനിയാവും ഉണ്ടാവില്ല. അത് നമ്മളുടെ ചിന്തയിൽ, ആലോചനയിൽ ഉണ്ടാവണം. എങ്ങനെയാണ് ആഖിറം വാങ്ങുക? ആഖിറത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുക? അതിനേറ്റവും പ്രധാനമായത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആഖിറം വാങ്ങണം. മക്കളെന്ന അനുഗ്രഹം, സമ്പത്തെന്ന നിഅമത്ത്, ആരോഗ്യമെന്ന വിഭവം, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാൻ, ആഖിറത്തിൽ വിജയിക്കാൻ കഴിയണം. ആരോഗ്യം കൊണ്ട് നരകത്തിലേക്ക് പോകുന്നവരും ഉണ്ടാവും, സ്വർഗത്തിലേക്ക് പോകുന്നവരും ഉണ്ടാവും. സമയത്തെ കൃത്യമായി ഉപയോഗിച്ച് സ്വർഗം വാങ്ങുന്ന ചെറുപ്പക്കാരും ഉണ്ടാവും. അതേ സമയത്തിൽ തന്നെ ഇൻസ്റ്റയിലും റീൽസിലും ഒക്കെ ജീവിച്ച് നരകത്തിലേക്ക് പോകുന്നവരും ഉണ്ടാവും.
മക്കളെന്ന നിഅമത്ത് ഉപയോഗിച്ച് അവരെ ആലിമീങ്ങളാക്കി, അവരെ സ്വാലിഹീങ്ങളാക്കി, അവരെ നല്ല നിലയിൽ വളർത്തി ആഖിറത്തിലെ മുതൽക്കൂട്ടാക്കുന്നവരുണ്ടാവും. അതേ നിഅമത്തായ മക്കളെ ദീൻ പഠിപ്പിക്കാതെ ഡിഗ്രിയും PG പഠിപ്പിച്ച് ആഖിറം ഒരു വസ്തു അറിയാത്ത മക്കളാക്കി അവരെ ഭൗതിക ലോകത്ത് രസിപ്പിച്ചുകൊണ്ട് ജീവിച്ച് മക്കളെ കൊണ്ട് പരാജയപ്പെടുന്ന പാരൻസും ഉണ്ടാവും. അപ്പൊ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണോ അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത്, ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. എന്തൊരു വാക്കാണത്! വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഖിറം വാങ്ങണം. സമ്പത്ത്, ആരോഗ്യം, സമയം, മക്കൾ, മാതാപിതാക്കൾ, ഇതൊക്കെ സ്വർഗം വാങ്ങാനുള്ള ചാൻസുകളാണ്. മാതാപിതാക്കളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ അവരുടെ കാരണം കൊണ്ട് നരകത്തിലേക്ക് പോകുന്നവരില്ലേ? ഉണ്ട്. അതേ മാതാപിതാക്കൾ എന്ന നിഅമത്ത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പൊരുത്തം വാങ്ങി സ്വർഗത്തിലേക്ക് പോകുന്നവരില്ലേ? ഉണ്ട്. ഇങ്ങനെ ഏതേത് അനുഗ്രഹം എടുത്തു നോക്കിയാലും ആ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ച് അതിനെ വേണ്ട വിധത്തിൽ ക്രിയാത്മകമായി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് സ്വർഗത്തേക്ക് പോവാനും കഴിയും, നരകത്തിലേക്ക് പോവാനും കഴിയും. ഈ ബോധ്യം നമുക്ക് ഓരോ കാര്യം ഡീൽ ചെയ്യുമ്പോഴും ഉണ്ടാവണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. 90% ആൾക്കാരും പരാജയപ്പെടുന്നത് 2 അനുഗ്രഹങ്ങളിലാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ആ 2 അനുഗ്രഹങ്ങളെ അവർ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ അവർക്ക് നേരെ എതിരായി മാറുന്നു. ഏതാണ് ആ 2 അനുഗ്രഹങ്ങൾ? അസ്സുഹത്തു വൽ ഫറാഗ്. ഫ്രീ ടൈമും ഒഴിവു സമയവും ആരോഗ്യവുമാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ചുറ്റുവട്ടത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. ആരോഗ്യമുള്ള കാലത്ത് പള്ളിയിൽ വരുന്നവർ എത്ര പേരുണ്ടാവും? പശു ഏറ്റവും കൂടുതൽ പാല് നൽകുന്നത് യുവത്വ കാലത്താണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ നൽകുന്നത് യുവത്വ കാലത്താണ്. നമ്മളെ പള്ളിയിൽ സുബീക്ക് ജമാഅത്തിനുള്ളത് വയസ്സന്മാറുക. കണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മഗ്ബൂനുൻ, പരാജിതരാണ്, കസീറുൻ മിനന്നാസ്, 90% ആരാണ് അവർ? ആരോഗ്യത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല. ആരോഗ്യം കൊട്ടേഷൻ സംഘത്തിലായി, സ്പോർട്സുകളിലായി, സെലിബ്രേറ്റഡ് താരങ്ങളുടെ പിന്നിലായി, ഇൻസ്റ്റഗ്രാമുകളിലായി, റീൽസുകളിലായി ജീവിതം തള്ളി നീക്കുന്നവരായിരിക്കും മഹാഭൂരിപക്ഷം ഉണ്ടാവുക. ഒരു നാട്ടിൽ 1000കണക്കിന് ചെറുപ്പക്കാരുണ്ടെങ്കിലും 100 102 മെമ്പർഷിപ്പ് SSFന് ഉണ്ടാവുള്ളൂ. ഇത്ര ഉണ്ടാവുള്ളൂ. കാരണം ആരോഗ്യം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ വളരെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞത് എന്താ? വൽ ഫറാഗ്. ലാസ്റ്റ് സീൻ ടുഡേ 12:36 ചെറുപ്പക്കാരുടെ. ഒഴിവു സമയം മുഴുവനും വെറുതെ കളയുകയാണ്. അതാണ് പ്രശ്നം.
എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രവചിക്കുന്നത്. ഒരു പുതിയ ഓഫർ വന്നാൽ, ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നാൽ, ഒരു പുതിയ മോഡൽ ബൈക്ക് വന്നാൽ, പുതിയ മോഡൽ ഫോൺ വന്നാൽ നമുക്ക് ആവശ്യമില്ലെങ്കിലും അത് വാങ്ങും. ഉമ്മയുടെ പോണത്, താത്തയുടെ പോണത് ടൗണിൽ എന്തിനാ? ഇന്നാലിന്ന ഷോപ്പിൽ. കാര്യം പർച്ചേസിനാണ്. അവിടെ ഉള്ളത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, ഫാന്, സ്റ്റൂള്, ടേബിള്, ഈ ചുറ്റിപ്പറ്റിയുള്ള വകകളാണ് ഉള്ളത്. ഇതൊക്കെ നിങ്ങളെ വീട്ടിലില്ലേ? ഫ്രിഡ്ജില്ലേ? ഉണ്ട്. വാഷിംഗ് മെഷീനോ? ഉണ്ട്. ഫാനില്ലേ? ഉണ്ട്. ഇതൊക്കെ ഇല്ലേ? ഉണ്ട്. പിന്നെ ഉള്ള സാധനം വാങ്ങാനാണോ പോണത്? അത് ആ കടയിൽ വേറൊരു സാധനമുണ്ട്. എന്ത്? ഓഫറുണ്ട്. ഓഫറുണ്ട്. അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ ഉള്ള സാധനം വാങ്ങാനാണ് ഓഫർ. ഇല്ലാത്ത സാധനം ഓഫറിൽ വാങ്ങുന്നതല്ലാതെ. നമ്മളിങ്ങനെ ഓഫറുകളുടെ പിന്നാലെയാണ്. റജബ് വന്നത് അറിയാത്ത മക്കളുണ്ട് നമ്മളെ നാട്ടിൽ. അവർക്കെന്ത് റജബ്? അവർക്കെന്ത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ്? എന്തവർക്ക് റജബ് വന്നിന്? കൂട്ടുകാരെ, നമ്മളൊന്ന് ഉണരണം. ആഖിറത്തിലേക്ക് പണിയെടുക്കണം. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 12,000 തസ്ബീഹ് ചൊല്ലുന്ന മഹാനാണ്. എന്തിനാണ് ഇത്രയും തസ്ബീഹ് ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ മഹാൻ പറയും, ഉസബ്ബിഹു ബിഖദ്രി ദംബി. എൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും, അത്രയും തെറ്റ് പൊറുക്കാനാണ് ഞാൻ ഈ 12,000 ഡെയിലി സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത്. ഈ സ്വഹാബിക്ക് എന്ത് തെറ്റാ ഉണ്ടാവുക? നിബിതങ്ങളുടെ നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും യുദ്ധത്തിലും വിജയത്തിലും യാത്രയിലും പള്ളിയിലും ഏത് ഘട്ടത്തിലും കൂടെ നിന്ന് ഹദീസുകൾ ഒപ്പിയെടുത്ത് ലക്ഷക്കണക്കിന് ഹദീസുകൾ തൻ്റെ തലച്ചോറിലേക്ക് കയറ്റിവിട്ട് അടുത്തൊരു തലമുറക്ക് പകർന്നു കൊടുത്ത ഹദീസ് പണ്ഡിതരുടെ കുലപതിയായ അബൂ ഹുറൈറ തങ്ങൾക്ക് എന്ത് തെറ്റാ ജീവിതത്തിൽ ഉണ്ടാവല്? എന്നിട്ടും പറയുന്നുണ്ടോ, ഉസബ്ബിഹു ബിഖദ്രി ദംബി. ആ അബൂ ഹുറൈറ തങ്ങൾ എപ്പോൾ വുളു മുറിഞ്ഞാലും വുളു എടുക്കും, എപ്പോൾ വുളു എടുത്താലും 2 റക്അത്ത് വുളുവിൻ്റേത് നിസ്കരിക്കും. ആ മഹാനവർകൾ ആ വഫാത്താവുമ്പോൾ കരയുന്നത് എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞല്ലോ, സഫരി ത്വീലുൻ വസാദി ഖലീൽ. ഇനി എനിക്ക് എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം? സിറാത്ത് പാലം തന്നെ ഇല്ലേ 1000കണക്കിന് കിലോമീറ്റർ? ഖബർ എന്ന ലോകമില്ലേ 10,000കണക്കിന് കൊല്ലം? മഹ്ശറ എന്ന ലോകത്തെ ഒരു ദിവസം തന്നെ മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലമാ. ഈ കാലം എത്രയും എൻ്റെ കയ്യിൽ കരുതി വപ്പായിട്ടുള്ള സ്വത്ത്, ലഗേജ് ആകെ കുറഞ്ഞ ഇബാദത്തേ ഉള്ളൂ. സഫരി ത്വീലുൻ, നീണ്ട യാത്രയിൽ കരുത്തു സ്വത്ത് എനിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. മരുസാഗറിലോ എറണാകുളം ഓക്കെ എക്സ്പ്രസിലോ കയറി അജ്മീറിലേക്ക് യാത്ര ചെയ്യുന്നയാൾ കണക്കുകൂട്ടും, ഞാൻ എത്ര ദിവസമാണ് യാത്ര ചെയ്യേണ്ടത്, അത്രയും അവലും പഴവും വെള്ളവും ഒക്കെ കരുതി വെക്കണം. 2 ദിവസത്തേക്ക് കുറച്ചല്ലേ വേണ്ടുള്ളൂ. ഒരാൾ മരണപ്പെടുമ്പോൾ എത്ര നൂറ്റാണ്ടുകൾ, എത്ര സഹസ്രാബ്ദങ്ങളാണ് അയാൾ ജീവിക്കേണ്ടത്? ആ കാലം എത്രയും ഉണ്ടാക്കിയെടുക്കേണ്ട കരുത്തു സ്വത്ത് ജീവിതത്തിൽ കൂട്ടുകാരെ ഈ കുറഞ്ഞ കാലത്ത് ഉണ്ടാക്കണം. ആ കാലമാണ് ദുനിയാവെന്ന കാലം. അതാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഇവിടെ സമയമില്ല. എന്നിട്ടല്ലേ അനാവശ്യം, എന്നിട്ടല്ലേ റീൽസ്, എന്നിട്ടല്ലേ ലാസ്റ്റ് സീൻ, എന്നിട്ടല്ലേ വാട്സപ്പും യൂട്യൂബും. ആഖിറത്തിലേക്ക് നിർബന്ധമായി ഉണ്ടാക്കിയെടുക്കേണ്ട ഇബാദത്ത് ചെയ്യാൻ എൻ്റെ ഇവിടെ സമയമില്ല, എന്നിട്ടല്ല മോനെ അനാവശ്യം. ആശയങ്ങൾ തുളുമ്പുന്ന വാക്കുകളാണ് അഇമ്മത്ത് എഴുതി വെക്കുന്നത്. കൂട്ടുകാരെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് സ്വർഗം വാങ്ങണം. അതിന് ഒന്നാമത്തെ അനുഗ്രഹം മക്കളാണ്. നിഅമുല്ലില്ലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി.
ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മക്കൾ നന്നാവൽ. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കളെ ആലിമീങ്ങളാക്കട്ടെ. അള്ളാഹു നമ്മളെ മക്കൾക്ക് ഖൈർ നൽകുമാറാവട്ടെ. മക്കൾ അവര് നന്നാവണമെങ്കിൽ പെരുത്ത് പണിയുണ്ട്. പാരന്റിങ്, മക്കളെ നന്നാക്കുന്നത്, തർബിയത്ത് ചെയ്യുന്നത് അംറുൻ അലീമുൻ, വലിയ റിസ്ക് ഉള്ള സംഗതിയാണെന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹിയയിൽ പറഞ്ഞത്. കുറച്ച് കടുപ്പുള്ള കാര്യമാണ് മക്കള് നന്നാവൽ, അവരെ നന്നാക്കിയെടുക്കൽ എന്ന് പറയണം. വെറുതെ അങ്ങ് മക്കള് നന്നായി കിട്ടൂല. വിശേഷിച്ച് പുതിയ കാലത്ത് ചുറ്റുവട്ടത്തെ സാഹചര്യങ്ങളെല്ലാം, ക്യാമ്പസ് ആണെങ്കിലും തെരുവാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും തെറ്റുകുറ്റങ്ങളിലേക്ക് മാടി വിളിക്കുന്ന കാലമാണ്. ഈ കാലത്ത് നമ്മുടെ മക്കൾ നന്നായി കിട്ടണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ടത്. എന്താണ് മഹാന്റെ ഉപദേശം? ഒന്ന്, മക്കള് നന്നായി കിട്ടിയാൽ ഉപ്പക്കും ഉമ്മക്കും ധൈര്യമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റും. ഒട്ടും പേടിക്കണ്ട. മഹാനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്, ഹനഫി പണ്ഡിതനായ ആ മഹാന് കൂടുതൽ കിതാബുകൾ മഹാന്റെ കയ്യിൽ കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത്രയും കിതാബ് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയത്? ഇത്രയും കിതാബുകൾ? മഹാൻ പറഞ്ഞ, എൻ്റെ വാപ്പ എനിക്ക് വാങ്ങിത്തന്നതാണ്. ഈ മോന് വലിയ ആലിമാവാൻ വാപ്പയാണ് അധ്വാനിക്കുന്നത്. ഈ മഹാന്റെ വാപ്പ വഫാത്തായപ്പോൾ എല്ലാ ദിവസവും ഇശാ നിസ്കാരത്തിന് ശേഷം ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു കുറേ നേരം ഖുർആൻ ഓതിയിട്ട് ഉപ്പാന്റെ ഖബറിലേക്ക് കൊടുത്തേക്കും. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഈ വാപ്പ ഇബ്നു ആബിദീൻ തങ്ങൾ എന്ന പണ്ഡിതനായ മോന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോന് കൊടുത്തേക്കുന്ന സമ്മാനങ്ങളൊക്കെ ഉപ്പാക്ക് കിട്ടുന്നുണ്ട്, സന്തോഷാണ്, മോൻ ഇനിയും തുടരണം. ഇങ്ങനെ നമുക്കുള്ള മക്കളും ഇങ്ങനെ വേണ്ടേ? സഖാഫികളൊക്കെ ആയിട്ട് വേണ്ടേ? വേണം. അതിനെന്താ വേണ്ടത്? നമ്മളെ മക്കൾ ആണായാലും പെണ്ണായാലും സ്വാലിഹീങ്ങളിൽ പെടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ ഉപദേശങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിന് പറയുന്നുണ്ട്. മക്കള് നന്നാവാൻ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ ഗസാലി ഇമാം പറയുന്നു. അതിനെ വളരെ ചുരുക്കിക്കൊണ്ട് അല്ലാമ ബിലാലി റഹിമഹുള്ളയുടെ ഖൂത്തുൽ അഹ്യാ മിൻ കിതാബിൽ ഇഹ്യാ എന്ന കിതാബിലും വിവരിക്കുന്നുണ്ട്. വളരെ ചുരുക്കി പറയാം. ഒന്നാമത് വേണ്ടത്, നമ്മളെ മക്കളുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കണം. അവൻ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നത് നമ്മൾ അറിയണം. ഇതാണ് മക്കള് നന്നാവാനുള്ള ഒന്നാമത്തെ വഴി. ഖുറനാ ഉസ്സൂ, മോശം കൂട്ടുകാർ നമ്മളെ മക്കൾക്ക് ഉണ്ടാവരുത്. എത്ര നല്ല കുടുംബത്തിൽ വളർന്ന മോനാണെങ്കിലും മോശം കൂട്ടുകാരെടുത്തുനിന്നാണ് ഈ ഹറാമുകളും തെറ്റുകുറ്റങ്ങളും പുതിയ ഇറങ്ങിയ സിനിമയും തെറ്റുകുറ്റങ്ങളൊക്കെ പഠിക്കണത്. അപ്പൊ നമ്മുടെ മകൾ പഠിക്കുന്ന കലാലയം ഏതാണ്? എൻ്റെ മോൻ പഠിക്കുന്ന കോളേജ് ഏതാണ്? ജുമുഅക്കും ജമാഅത്തിനും വിടാത്ത കലാലയത്തിനാണോ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്? ആണിന്റെ വേഷം ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലത്ത് ധരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന കലാലയത്തിലാണോ മോളെ ചേർക്കേണ്ടത്?
ആദ്യം ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ മകൻ എൻ്റെ മകൾ കൂട്ടുകൂടുന്നത് ആരോടൊപ്പമാണ്. അനിൽ മർഇ ലാ തസ്അൽ ഫസൽ അൻ ഖരീനിഹി. കൂട്ടുകാർ എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ മക്കളും ജീവിക്കുക. ഹാജിയാരുടെ മോനാണ്, ഹജ്ജുമ്മന്റെ മോളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ലവനാണെങ്കിലും മോശവനാണെങ്കിലും കൂട്ടുകാരെങ്ങനെ ജീവിക്കുന്ന അതിനനുസരിച്ച് ജീവിതം ഷേപ്പ് ചെയ്യും, മൗൾഡ് ചെയ്യും, മാറും, ചേഞ്ച് ആവും. അതാ ഗസാലി ഇമാം ആദ്യം തന്നെ പറഞ്ഞത്, മക്കൾ നന്നാണെങ്കിൽ നല്ല കൂട്ടുകാരായിരിക്കണം കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. ഒരു ബിദഅത്തുകാരനാണ് നമ്മളെ മോൻ്റെ സുഹൃത്തെങ്കിൽ ഓൻ പതിയെ പതിയെ ബിദഅത്തുകാരനാവും. നാളെ മറ്റന്നാൾ ചോദ്യം ചോദിക്കും, മരിച്ചവർക്ക് ഓതുന്നതിന് തെളിവുണ്ടോ? ആരോടാ ചോദിക്കണത്? 10-12 കൊല്ലം ദർശനം നടത്തി, 10-15 കൊല്ലം പഠനം നടത്തി, 25 കൊല്ലം ദീനിന്റെ വഴിയിൽ ജീവിച്ച, അത്യാവശ്യം പ്രായം ഇവന്റെ ഡബിൾ പ്രായമുള്ള ഉസ്താദിനോടാണ് 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച് ഇപ്പൊ ഡിഗ്രിയും PG എടുത്തിട്ടോ ചോദിക്കണത്, മരിച്ചവർക്ക് ഓതുന്നതിന് തെളിവുണ്ടോ? തെളിവ് പറഞ്ഞ എനിക്ക് തിരിയോ? ഇഖ്റഉ അലാ മൗതാകും യാസീൻ, മരിച്ചവർക്ക് യാസീൻ ഓതണമെന്നുണ്ട്. അപ്പോൾ തുണ്ട് കടലാസ് എടുത്തിട്ട് മുജാഹിദുകാർ പറയും, അവിടെ മരിച്ചവർ എന്നല്ല മൗത്താക്കും എന്നതിൻ്റെ അർത്ഥം മരണമാസന്നമായവർ എന്നാണ്. മരണമാസന്നമായവന്റെ അടുത്ത് സൂറത്തു യാസീനും സൂറത്തു റായതും ഓതൽ സുന്നത്താണ്, ശരി. അവിടെ മരിച്ചവർ എന്നും അർത്ഥമുണ്ടെന്നല്ലേ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞത്? അത് ശരിയല്ല. എന്താ കാരണം? മൗത്താക്കും എന്ന് പറഞ്ഞാൽ മരണമാസന്നമായവർ എന്നേ ഉള്ളൂ, മരിച്ചവർക്ക് ഓതിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് അർത്ഥം അല്ലേ? എന്നാ വേറെ ഒന്ന് ഓതട്ടെ, അർത്ഥം മാറ്റൂലല്ലോ? ഇല്ല. ഓതട്ടെ, ഓതും. മാറുവോ? ഇല്ല. കഫിനു മൗത്താക്കും ബിൽ അബിയൽ, അങ്ങനെ ഉണ്ടല്ലോ. മരിച്ചവരെ വെള്ള വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക. അവിടെ നിങ്ങളൊന്ന് അർത്ഥം വെക്ക്. കഫിനു, കഫൻ ചെയ്യുക. മൗത്താക്കും, മരണമാസന്നമായവരെ ബിൽ അബിയൽ, വെളുത്ത വസ്ത്രം കൊണ്ട്. ഏതായാലും മരിക്കാൻ പോകുന്നല്ലേ, ശ്വാസം മുട്ടിച്ച് കൊന്നക്കാം അല്ലെ? അങ്ങനെയാണോ അർത്ഥം? എത്താടാ അർത്ഥം? എന്താണ് ഈ പറയുന്നത്? ഇത്തരത്തിലുള്ള കൂട്ടുകാരാണ് നമ്മുടെ മക്കൾക്കുള്ളതെങ്കിൽ ഈ ഉപ്പിയുമ്മി മരിച്ചാൽ, ഏതെങ്കിലും ജീവി ചത്തുപോയാൽ കുഴിച്ചിട്ടിട്ട് പോരുന്ന മതിരി പോരും. എന്ത് തസ്ബീത്ത്, എന്ത് തൽഖീന്, എന്ത് മരിച്ചവർക്ക് യാസീന്, ഒന്നും ഉണ്ടാവില്ല. അത് പ്രശ്നമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഉമ്മമാര് കേൾക്കണം, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതുപോലെ മക്കളെയും രക്ഷപ്പെടുത്തണം. ഈ ആയത്തിന് ഇമാമിങ്ങൾ കൊടുത്ത തഫ്സീർ എന്താണെന്നറിയോ? അല്ലിമു ഔലാദക്കും അസ്സുന്നത വൽ ജമാഅ, മക്കളെ സുന്നിയാക്കി മാറ്റണം, ഇല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തും എന്നാണ് ഈ ആയത്തിന് ഇമാം കുശൈരി കൊടുത്ത തഫ്സീർ. എന്താ കാരണം? എന്താ അതിന്റെ കാരണം? ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ജീവിതം കണ്ടിട്ട് അയാൾ നല്ല മരണേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരാളെ പറ്റി പറയണമെങ്കിൽ അയാളിൽ എന്താ ഉണ്ടാവേണ്ടത്? അന്നത്തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ. ഇബ്നു ഹജർ തങ്ങൾ ഫതുഹുൽ ഇലാഹിൽ പറയുന്നു, ഒരാൾ ദീൻ പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, മുത്തഅല്ലിമായ മോനാണ്, ദീൻ പഠിക്കുന്ന മോളാണ്. മോനെ നീ മനസ്സിലായിക്കോളി, വഅന്ന തഫഖുഹ ഫിദ്ദീനി അലാമത്തുൻ അലാ ഹുസ്നിൽ ഖാത്തിമ. അയാൾ ഈമാനോടെ മരിക്കുന്നതിന്റെ അടയാളാണ് ജീവിതകാലത്ത് ദീനി വിജ്ഞാനങ്ങൾ പഠിക്കുക എന്നുള്ളത്. അതേ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്നെ അവിടുത്തെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, ഒരാൾ ഈമാനില്ലാതെ മരിക്കുന്നു, മരണം മോശമാവുന്നു എന്നുള്ളതിന്റെ അടയാളം അയാൾ ബിദ്അത്തുകാരനാവുക എന്നുള്ളതാണ്. ഒരൊറ്റ മുബ്തദിയും ബിദ്അത്തോടുകൂടി നല്ല മരണം വരിക്കൂല. അല്ലാഹു സ്വീകരിക്കൂല.
ലിസ്വാഹിബി ബിദ്അത്തിൻ, ബിദ്അത്തുകാരന്റെ അടുത്തുനിന്ന് സർഫൻ വലാ അദ്ലാ, ഒരു ഫർളും അല്ലാഹു സ്വീകരിക്കൂല. നിന്റെ താടി വെച്ചതിന് നിനക്ക് സുന്നത്തിന്റെ പ്രതിഫലമില്ല. നിനക്കെങ്ങനെയാ സുന്നത്തിന്റെ കൂലി കിട്ടുക? റസൂലുള്ള താടി വെച്ചത് കൊണ്ടല്ലേ നീ വെക്കണത്? നിന്റെ ഭാഷയിൽ റസൂലുള്ള ഡെയിലി 100 തെറ്റ് ചെയ്യുന്ന സാധാരണക്കാരനായ മനുഷ്യനല്ലേ? നിനക്കെങ്ങനെയാ സുന്നത്തിന്റെ കൂലി കിട്ടുക? സർഫൻ വലാ അദ്ലാ, ഒരൊറ്റ ബിദ്അത്തുകാരന്റെ ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. ഉമ്മമാരെ പെട്ടുപോകരുത്, ചെറുപ്പക്കാരെ ഈമാൻ കളയരുത്. ക്യാൻസർ വന്നാൽ മരിക്കുക മാത്രമാണ് ഉണ്ടാവുക. ബിദ്അത്തുകാരനായാൽ ചത്തുപോകും, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഇത് എഴുതി വെക്കുന്നത് ആരാണ്? ഇബ്നു ഹജർ റഹിമഹുല്ല അവിടുത്തെ അസ്സവാദിറിൽ എഴുതി വെക്കുകയാണ്. അതാണ് നമ്മുടെ മക്കളെ നന്നാവാൻ ആദ്യം ഗസാലി ഇമാം പറയണത്, നല്ല കൂട്ടുകാർ നമ്മളെ മക്കൾക്ക് ഉണ്ടാവണം. അതാണ് ആദ്യം വേണ്ടത്. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം, അയാൾ ഇസ്ലാമിനെ പൊളിക്കാനാണ് സഹായിക്കുന്നത്. അപ്പൊ ബിദ്അത്തുകാരൻ സ്റ്റേജിൽ പങ്കെടുക്കരുത്, അവരുമായി നമുക്ക് ബന്ധം ഉണ്ടാവരുത്, സുന്നിസത്തിൽ നമ്മൾ വെള്ളം ചേർക്കരുത്. നമ്മൾ ഒറിജിനൽ സുന്നികളാവണം. ഗസാലി ഇമാം തുടരുകയാണ്. ഒരാളുടെ മക്കള് നന്നാവാൻ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം മഹാൻ പറയാ. എന്തേ? മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നന്നായി പഠിപ്പിക്കണം. കിതാബും സുന്നത്തും മഹാൻ പറയുന്നുണ്ട്. ഹിക്കായത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ചരിത്രമൊക്കെ പഠിപ്പിക്കണം. കുഞ്ഞിളം കാലത്ത് തന്നെ കുട്ടികൾക്ക് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെയും റിഫായി ശൈഖ് തങ്ങളെയും ഖാജ തങ്ങളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. മോനിക്കറിയോ? റിഫായി ശൈഖിനെ അറിയോ? നായനെ പരിചരിച്ച കഥ, പാവങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്ത കഥ. മഹാനായ ജീലാനി തങ്ങളുടെ ഉമ്മ കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്ത കഥയൊക്കെ കുഞ്ഞിളം കാലത്തു തന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. യൂട്യൂബിൽ വെച്ച് കൊടുക്കല്ല വേണ്ടത്, പറഞ്ഞു കൊടുക്കണം. ഉമ്മമാരത് ചെയ്യണം. എങ്കിൽ ആ മക്കളെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടം ഉണ്ടാവും. ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം. LKG UKG പഠിക്കണ കാലത്ത് തന്നെ കുഞ്ഞിളം മനസ്സുകളിൽ സ്വാലിഹീങ്ങളോടുള്ള സ്നേഹം ഇട്ട് കൊടുത്താൽ ഓനെങ്ങനെയാ ബിദ്അത്തുകാരനാവുക? ഇല്ലാതെ മക്കളെ ദീനൊന്നും പഠിപ്പിക്കാതെ സ്വാലിഹീങ്ങളെ ഒന്നും പഠിപ്പിക്കാതിരിക്കുമ്പോഴാണ് ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോഴേക്ക് ഷിർക്കാവുന്നത്. ജിബ്രീലിനെ എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടല്ല, പെട്ടെന്ന് മൂപ്പർക്ക് ഒരു തോന്നല, തറാവി 12 മോഷ്ടിച്ചാലോ, 8 ആക്കിയാലോ, കൂട്ടുപ്രാർത്ഥന കട്ടെടുത്താലോ, വേണ്ടെന്ന് വെച്ചാലോ. ശരിക്കും ഈ ബിദ്അത്തുകാരുടെ ഓരോ വാദങ്ങൾ എടുത്ത് നോക്കുമ്പോൾ പൊട്ടത്തരാന്ന് മനസ്സിലാവും. അല്ലാഹ് അല്ലാത്തവരെ വിളിക്കരുത്. അതെ, അല്ലാഹ് അല്ലാത്തവരോട് സഹായത്തിന് ചോദിക്കരുത്. അപ്പൊ നിനക്ക് ദാഹിച്ചാല് കുറച്ച് വെള്ളം നോക്കട്ടെ എന്ന് ഭാര്യനോട് ഉമ്മനോട് പറയൂലേ? അപ്പം വാദം മാറ്റിയിട്ട് പറയും, അത് ഭൗതികമായ കാര്യമാണല്ലോ, സാധാരണ കാര്യല്ലേ. അതെ, അത് എല്ലാരോടും ചോദിക്കുക. അസാധാരണ കാര്യം അള്ളാഹിനോടേ ചോദിക്കാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിൽ പെട്ടതല്ലേ വെള്ളം ചോദിക്കല്. അതെ, അത് മനുഷ്യന്മാരോടൊക്കെ ചോദിക്കാം. മനുഷ്യന്റെ കഴിവിൽ പെട്ടതാണോ അല്ലോ എന്ന് മനസ്സിലായാലും ഓരോ മനുഷ്യന്മാർക്ക് വ്യത്യസ്ത കഴിവല്ലേ. അതെങ്ങനെ മനസ്സിലായാല്? ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റൂല, ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റൂല. എന്നാ പോട്ടെ, മനുഷ്യന്മാർക്കൊന്നും കഴിയാത്ത വലിയൊരു മരത്തടി ഒരാനോട് എടുക്കാൻ പറഞ്ഞാലോ അത് ശിർക്കാവോ? അങ്ങനല്ല. പിന്നെങ്ങനെയാ? മുമ്പിൽ കാണാത്തവരെ വിളിക്കരുത്. ആനനെ മുമ്പിൽ കാണുന്നുണ്ടല്ലോ, എന്താ മുമ്പിൽ കാണാത്തവരെ വിളിച്ചാല് ഒരു കേൾക്കൂല, കേൾക്കൂല. അപ്പൊ മുമ്പിൽ നമ്മൾ കാണുന്നില്ല,
റക്കീബ് അതീദ് എന്ന മലക്കുകളെ. അവരെ വിളിച്ചാൽ കേൾക്കോ? റക്കീബ് അതീദ് അങ്ങനെ വിളിച്ചാൽ കേൾക്കോ? കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഇസ്ലാമ് പോകില്ലോ എനിക്ക്. പിന്നെ എന്തിനാ അള്ളാഹു കാര്യമായിട്ട് മലക്കളാക്കി? കേൾക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസ് പൂട്ടിപ്പോവും. നിങ്ങൾ ആലോചിച്ചു, ഇതാണ് ഒരവസ്ഥ. ത്വലാഖ് ദേഷ്യം പിടിച്ചിട്ട് ചൊല്ലിയാൽ ത്വലാഖ് പോകില്ല എന്ന ഒരേ വാദം. ആരെങ്കിലും സ്നേഹത്തോടെ ഭാര്യനെ ത്വലാക്കല്ലോ? ഫാത്തിമ, ഞാൻ ഇന്ന് അന്ന് ത്വലാക്കല്ലെന്ന് വിചാരിച്ചതായിരുന്നു, ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയോണ്ട് 10 മണിക്ക്. അങ്ങനെ ആരെങ്കിലും ത്വലാക്കല്ലോ? ത്വലാഖ് എന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യം പിടിച്ചിട്ടല്ലേ? എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് ഇവർ പറയുന്നത്. ഇതിലൊക്കെ പെടാൻ ആളുണ്ട്. അതും കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന ഭൗതിക വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ബയോളജീൻ്റെയും ഫിസിക്സിൻ്റെയും സാറാ ദീൻ പറയേണ്ടത്. ഒരു ലാബിൽ കയറിയിട്ട് എന്തെങ്കിലും ടെസ്റ്റ് നടത്തുന്നല്ലാതെ അതൊക്കെ ആലിമീങ്ങളില്ല ദീൻ പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവരുടെ ഒരു കഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മളെ മക്കൾ അതിൽ പെടാതിരിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കണം. ദീന് പഠിപ്പിക്കണം. നിങ്ങളെന്താ സുന്നികളെ എതിർക്കാൻ കാരണം? സുന്നികൾ അല്ല അല്ലാത്തവരെ ആരാധിക്കാറുണ്ട്? ഇല്ലല്ലോ. അല്ല അല്ലാത്ത മഹാന്മാരൊക്കെ ആദരിക്കും, അള്ളാഹുവിനെ ആരാധിക്കും, അത്രേ ഉള്ളൂ. മൊയ്തീൻ ശൈഖിനെ ആരാധിക്കാറില്ല, ആദരിക്കും. ഉണ്ട്, നിങ്ങൾ ആരാധിക്കാറുണ്ട്. നമ്മളല്ലേ ആരാധിക്കാറുണ്ടോ ഇല്ലയോ? നമ്മളല്ലേ നമ്മളെ പറ്റി പറയേണ്ടത്. ഒരാൾക്കെന്തോ അപകടത്തിൽപ്പെട്ടിട്ട് അയാൾ ഹോസ്പിറ്റലിലെത്തി, അങ്ങനെ വെന്റിലേറ്ററിൽ കിടത്തി. ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു ഇയാൾ മരിച്ചു. അതിനെ മോർച്ചറിയിലേക്ക് ഇങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുമ്പോൾ അയാൾ തല ഉയർത്തിയിട്ട് തുണി മാറ്റിയിട്ട് പറഞ്ഞു ഞാൻ മരിച്ചിട്ടൊന്നുമില്ല. കടക്കടാർന്ന് 4ാം ക്ലാസ്സിൽ തോറ്റിട്ട് നീ മരിച്ചിട്ടില്ലാന്നാ ഡോക്ടറെ പറയുന്നു മരിച്ചിരുന്നു. ഇതേപോലെ മുജാഹിദാർ പറയാ സുന്നികൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാറുണ്ട്. നമ്മളില്ല മനുഷ്യന്മാരെ, നമ്മൾ അള്ളാഹിനെ ആരാധിക്കാറുള്ളൂ. ആ ആരാധന ദുആ ആയിട്ട് നിസ്കാര ശേഷം അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന് തുടങ്ങുമ്പോൾ അങ്ങ് എണീച്ചു പോകുന്നോണ്ടാ നിങ്ങൾക്ക് ഇനി തിരിയാത്തത്. ഖുർആനും ഹദീസും മുറുക്ക പിടിച്ചാ പോരാ, തുറന്നു നോക്കണം എന്ന് ഇതെല്ലാം മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം മണ്ടത്തരങ്ങളായി പറയണത്. അല്ല അല്ലാത്തവരെ ആരാധിക്കുന്നില്ലേ എന്നുള്ളതിന് ഓരെന്താ തെളിവ് പറയുന്നറിയോ? റിഫായ് ഷെയ്ഖ്, മുഹിയുദ്ദീൻ ഷെയ്ഖിനൊക്കെ നിങ്ങൾ കോഴിനെല്ലാം നേർച്ചാക്കാറില്ലേ? ഉണ്ട്. നേർച്ച ആരാധന അല്ലേ? അതെ. റിഫായ് ഷെയ്ഖ് അള്ളയാണോ? അല്ല. അപ്പൊ അല്ല അല്ലാത്തവർക്ക് നേർച്ച എന്ന് പറയുന്ന ആരാധന സമർപ്പിച്ചില്ലേ? ഓ, അതാണ്. അത് നേരത്തെ തുറന്ന് ചോദിക്കലല്ലേ? അതിനല്ലേ ഇങ്ങനത്തെ വേദിയൊക്കെ. ചോദിച്ചോളി. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കാൻ ആസ്ക്. ചോദിച്ചോ, എന്തോ ചോദിച്ചോളി. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ചോദിച്ചോളി. അല്ല അല്ലാത്തവരെ ആരാധിക്കുന്നു എന്നുള്ളതിന് നേർച്ചയാണോ നിങ്ങൾ പറയണത്? അതെ. കോഴി, ആട്, ഇതിനൊക്കെ റിഫായ് ഷെയ്ഖിന്റെ പേരിൽ നേർച്ചാക്കാറില്ലേ? ഉണ്ട്. റിഫായ് ഷെയ്ഖ് അള്ളയാണോ? അല്ല. നേർച്ച ആരാധനല്ലേ? അതെ. അപ്പൊ അല്ല അല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ നേർച്ച എന്ന ആരാധന സമർപ്പിച്ചില്ലേ? അതെ. അപ്പൊ ശിർക്കായില്ലേ? ഇല്ല. എന്തുകൊണ്ട്? നിങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം മയ്യത്ത് നിസ്കരിക്കാറില്ലേ? ഉണ്ട്. അബ്ദുള്ളാന്റെ പേരിൽ മയ്യത്ത് നിസ്കാരം എന്ന് പറയാറില്ലേ? ഉണ്ട്. അബ്ദുള്ള അള്ളയാണോ? അബ്ദുള്ളയാണോ? അബ്ദുള്ള. നിസ്കാരം ആരാധനയാണോ? ആരാധനയല്ലേ? ആരാധനയാണ്. അപ്പൊ അബ്ദുള്ളാന്റെ പേരിൽ നിസ്കരിച്ചതോ? മോനെ, ഒന്നുമില്ല, പേടിക്കണ്ട. അബ്ദുള്ളാന്റെ പേരിൽ അള്ളാഹുവിന് നിസ്കരിക്കുന്നു. റിഫായ് ഷെയ്ഖിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി കോഴി ഇറക്കുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹു അക്ബർ എന്നല്ലേ, അല്ലാഹു അക്ബർ എന്നല്ലേ, ബിസ്മി റിഫായ് ഷെയ്ഖ് എന്നല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലേ. കേട്ടോ, അത്രേ ഉള്ളൂ. പോയിക്കോളി, ഇത്രേ ഉള്ളൂ. ഓരോരാൾ ചോദിക്കുന്നതിനനുസരിച്ച് മറുപടി കൊടുത്തോട്ടോ. പാവങ്ങൾ പെട്ടുപോകുന്നതാണ്. ഏതെങ്കിലും മതം തിരിയാത്ത യുക്തിവാദികൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പെട്ടുപോകുക. പെടരുത്. ഈമാനാണ് നഷ്ടപ്പെടുക. അഹ്ലുൽ ബിദ്അഇ കിലാബു അഹ്ലിന്നാർ. ബിദ്അത്തുകാർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ കോലത്തിലാ നായല്. നരകത്തില് നായന്റെ കോലത്തിലാ നരകത്തിലെത്തുക ബിദ്അത്തുകാർ. അല്ലാഹു നമ്മളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തട്ടെ. അതിനെന്താ വേണ്ടത്? സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് കുട്ടികൾക്ക് നന്നായിട്ടുണ്ടാവാൻ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. പരമാവധി മദ്രസ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും
പിന്നെയും കോളേജ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവും. ദഅ്വാ കോളേജ്, പള്ളി ദർസുകൾ, സ്ഥാപനങ്ങൾ, ഷീ ക്യാമ്പസുകൾ, ഇതിലൊക്കെ മക്കളെ പഠിപ്പിക്കണം. എന്നിട്ട് ദീൻ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ മക്കൾ ഒറ്റക്ക് ജീവിക്കേണ്ട കാലത്ത് ഒരു ശരീഅത്തിന്റെ വിജ്ഞാനം ആ കുട്ടിയൊക്കെ ഉണ്ടാവില്ല. ജനാബത്ത് കുളിക്കുന്ന സമയത്ത് നീ ശരിക്ക് കുളിച്ചിട്ടില്ലേ എന്ന ചോദ്യം എവിടെയാണ് ഉണ്ടാവുക എന്നറിയോ? സിറാത്ത് പാലത്തിൽ ഉണ്ടാവുന്ന. സിറാത്ത് പാലത്തിൽ നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ജനാബത്ത് കുളിക്കുമ്പോൾ, വലിയ ശുദ്ധി ഉയർത്തുന്ന കുളിക്കുമ്പോൾ നീ ശരിക്ക് കുളിച്ചിട്ടുണ്ടോ? മുടിക്ക് വെള്ളം നനയുന്നത് അഥവാ എന്റെ മുടി വളർത്തിയാൽ പ്രശ്നമാവോ എന്ന് പേടിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു സ്ഥിരം മൊട്ടടിച്ചത്. ഇതറിയാത്ത കൂട്ടുകാരനാ ഫ്രീക്കൻ മുടിയായും പല മോഡലുകളുമായി ജീവിതത്തിൽ മുന്നോട്ട് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മക്കൾക്ക് ദീൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മമാരെ, ഉപ്പമാരെ, ആഖിറത്തിൽ നമ്മൾ കുടുങ്ങിപ്പോവും. നമ്മുടെ ജീവിതകാലത്ത് സാധ്യമാകുന്ന അത്രയും ദീനീ വിജ്ഞാനം മക്കൾക്ക് കൊടുക്കണം. 3, മക്കൾക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല അദബ് പഠിപ്പിക്കണം മക്കൾക്ക്. മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം അദബ് പഠിപ്പിക്കലാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. ടോയ്ലറ്റൊക്കെ പോകുമ്പോൾ, വരുമ്പോൾ, ഉറങ്ങാൻ നേരത്ത് ഉറക്കത്ത് ഉണർന്നാൽ, ഭക്ഷണ സമയത്ത്, വസ്ത്രം ധരിക്കുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ, മജ്ലിസിലിരിക്കുമ്പോൾ, ഇങ്ങനെ ഓരോ സമയത്തുള്ള അദബുകൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കണം. ഭക്ഷണ സമയത്ത് കൂടിയിരുത്തുക. ബിസ്മില്ലയോ? 2 കൈയും കഴുകൽ സുന്നത്താണല്ലോ. കൈ കഴുകിനോ? ഇല്ല, കഴുകിയിട്ടില്ല. ആരും തിന്നരുത് കേട്ടോ. അബ്ദുള്ള പിന്നെ കൈ കഴുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മോന് വേഗം കഴുകിയിട്ട്. അതിന് ഉപ്പമാനി ഇതെല്ലാം കാണിച്ചു കൊടുക്കണം. ഉപ്പ കല്യാണത്തിന് മുമ്പ് കൈ കഴുകാതെ തിന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചോദിക്കുന്നു, വാഷ് ബേസ് എവിടെ? വാഷ് ബേസ്, കൈ കഴുകാൻ. ഈ ഉപ്പാൻ്റെ പനം വളർന്ന മോനെങ്ങനെ കൈ കഴുകും? ഞാൻ കൈ കഴുകീന്. എങ്ങനെ? അവിടെ കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളം കൊണ്ട്, ജീരക വെള്ളം കൊണ്ട്, സവനപ്പുണ്ടൊന്നും കൈ കഴുകിയാൽ കൈ കഴുകിയ സുന്നത്ത് ഇട്ടൂല. മനുഷ്യന്മാരെ ഒന്നോടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ട് കൈ കഴുകണം. അടുത്തുനിന്ന് തിന്നാൻ പഠിപ്പിക്കണം. കുൽ മിമ്മ യലീക് കുൽ ബിയമീനിക്. ഇടത്തേക്ക് കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്, വലത്തേക്ക് കൊണ്ട് കുടിക്കും. അടുത്തുനിന്ന് തിന്നാന്, വലത് കൊണ്ട് തിന്നാനൊക്കെ പഠിപ്പിക്കണം. ഇതൊക്കെ പണ്ടുള്ള ഉമ്മാമ്മമാര് ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. ന്യൂജൻ ഉപ്പമാർക്ക് ഇതിനൊന്നും സമയമില്ല. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലുള്ള എന്താടാ പറയുന്നത്? അപ്പൊ ഈ പൊട്ടനെ അറിയില്ല, ഇവൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇട്ടോണ്ടാ മോൻ പറഞ്ഞു കേൾക്കാത്ത. മദ്രസിലെ പുതുവരിശന്റെ ഫീസാ നാളെ തരാം. ഈ കുട്ടി മരപ്പൊട്ടനായിട്ടില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ. ഉപ്പ അർജന്റീനൻ ഫാൻസ് ആണെങ്കിൽ മോനെ ഏറ്റവും ചുരുങ്ങിയത് ഫ്രാൻസ് എങ്കിലും ആവൂലേ, റണ്ണസപ്പ് എങ്കിലും ആവണ്ടേ ചുരുങ്ങിയത്, ഇല്ലെങ്കിൽ മോശമല്ലേ. ഉമ്മ എപ്പോൾ യൂട്യൂബിലാണെങ്കിൽ മക്കളും അങ്ങനെ തന്നെയല്ലേ ആവുള്ളൂ, അല്ലേ? ഗസാലിമാമ 3ാമത് പറയാ, കുട്ടികളെ കൂടി ഇരുത്തിയിട്ട് അദബ് പഠിപ്പിക്കണം. ഭക്ഷണ സമയത്ത് കുറേ മര്യാദകളുണ്ട്, അത് പഠിപ്പിച്ചാൽ തന്നെ നന്നാവും കുട്ടികൾ. അതിഥികളോ മറ്റോ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ തിന്ന് കഴിഞ്ഞിട്ടും കോണിപ്പടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഉസ്താദ് കാടക്കോയിൻ്റെ എത്ര പൊരിച്ചെടുക്കുന്നുണ്ട്, ഏതാ തീറ്റ. അങ്ങനത്തെ ചില കുട്ടികളുണ്ടാവും. ആ കുട്ടീനെ ഉപ്പ വിളിക്കുക, സലിമാൻ പറയാം, ഡുവാ പ്രശ്നിച്ചില്ലേ, പോ അപ്പുറത്തു. തിന്നുന്ന സാധനവും തിന്നുന്ന ആളിലേക്കും ഇങ്ങനെ തുറിച്ചു നോക്കുന്ന സ്വഭാവം വളരെ മോശമാണ്. ആ കുട്ടീനെ അവിടുന്ന് മാറ്റണം, അദബ് പഠിപ്പിക്കണം കുട്ടികളെ. ഈസാറ് ത്വാമ് ചെറുപ്പത്തിൽ പഠിപ്പിക്കണം. അതെന്താ പറഞ്ഞത്? ബാക്കിയുള്ളവർക്കും കൂടി ഭക്ഷണം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം കുട്ടികളെ. എല്ലാ ദിവസവും ചോക്ലേറ്റ് ഓരോന്ന് ഈച്ച് വണ്ണ് വാങ്ങരുത്, വാങ്ങണം. അങ്ങനെ ചില ദിവസം കുട്ടികൾക്ക് അത് പഠിപ്പിക്കാനായിട്ട് വലിയൊരു ചോക്ലേറ്റ് കൊടുക്കുക. എന്നിട്ട് പറയാം, മോൻ്റെ 2 അനുജത്തിമാർ, മൂത്തമ്മാൻ്റെ ഇത്താത്തൻ്റെ കുട്ടി, ഇങ്ങനെ 4 ആൾക്ക് മോന് പീസായിട്ട് കൊടുക്കണം.
അത് ആ കുട്ടിക്ക് ഷെയർ ചെയ്യൽ ഒരു ഗുണം പഠിപ്പിക്കാനാണത്. നല്ല കുട്ടി. മോൻ ഇങ്ങോട്ടോ. മോൻ എല്ലാവർക്കും വലിയ പീസ് കൊടുത്തിട്ട് മോൻ ചെറുതെടുത്തു അല്ലേ. ഒപ്പം മോനിക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. വേറൊരു ചോക്ലേറ്റ് മോനിക്കുള്ളതാ. അത് ആ കുട്ടിക്ക് വലിയൊരു നന്മ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ. പക്ഷെ നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചാ. ഒരു ചോക്ലേറ്റ് ആറ്റം കൊടുത്താൽ എടാ പുറത്തെടുക്കല്ല അത് കണ്ടാനിപ്പോൾ എല്ലാവരും കരിയുമല്ലോ. നീ ആ ജീൻസിൻ്റെ കീശയിൽ ഉള്ളിലിട്ടിട്ട് നേരെ റൂമിൽ പോയിട്ട് അലമാറൻ്റെ വേക്ക് നൊളിച്ച് നിട്ട് തിന്നോന്ന്. ഓൻ പെരുങ്കള്ളനാവുന്നല്ലാണ്ട് ഓനെങ്ങനെ തന്നാൽ. നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നു മനസ്സിലായില്ലേ? ഹുസൈൻ എങ്ങനെ നമ്മളെ കുട്ടീൻ്റെ കഥ മനസ്സിലായത് എന്നാ ഈ ചിരിൻ്റെ അർത്ഥം. ഇങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. എപ്പോഴും മുന്തി ഇനം ഫുഡ് എന്നെ പഠിപ്പിച്ചിട്ട് കുട്ടികളെ ദുനിയാവിൻ്റെ ആളാക്കി മാറ്റരുത്. സാലിമാവ് പറയാ വസ്ത്രം പഠിപ്പിക്കണം. വസ്ത്രത്തിനെ കുറിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വെളുത്ത വസ്ത്രത്തിൻ്റെ താല്പര്യം ഉണ്ടാക്കണം. അങ്ങനെ താല്പര്യം ഉണ്ടാക്കിയാൽ പിന്നെ മുത്താലിമാവാനൊന്നും പണിയുണ്ടാവില്ല. കളർഫുൾ ഡ്രസ്സും പെണ്ണ് ആണിൻ്റെ ഡ്രസ്സ് ആണ് പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ നിരുത്സാഹപ്പെടുത്തണം. കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ലജ്ജ. ലജ്ജയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. പണ്ട് പഠിപ്പിച്ച ഉസ്താദോ സാറോ സ്കൂൾ ടീച്ചറോ വന്നപ്പോൾ ഫാത്തിമ ഇന്ന 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഓര് വന്നിട്ടാ ഓളിപ്പോ 10ാം ക്ലാസ്സിലായിട്ട് എത്തി. ഓള് വരുന്നില്ല. അപ്പൊ ഉപ്പ വേറൊന്നാണെങ്കിലോ ആരെ മുമ്പിൽ നിൽക്കും. ഇതെന്ത് കുന്തെന്നാ പറയണ്ടേ? അങ്ങനല്ല പറയേണ്ടത്. പിന്നെന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ സാദാ എൻ്റെ മോൾ അങ്ങനെയാ. ചെറുപ്പത്തിലെ ആ ഒരു നാണം ലജ്ജ കീപ്പ് ചെയ്ത മോളാ. അൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ. ഈമാനുള്ളവർക്ക് ആ ലജ്ജ ഉണ്ടാവും. ചില ആൾക്കാർ പറയും ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയും, എനിക്ക് പിന്നെ അങ്ങനെ മനസ്സിലൊന്നൊന്നുമില്ല. തലയിലും ഇല്ല, മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല. ലജ്ജ വേണം ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം കല്യാണം കഴിച്ചതിന് എന്താ കാരണം? ഒരു കാരണം എന്താ? സ്ത്രീകളുമായി ബന്ധപ്പെട്ട മസലകളൊക്കെ നബിതങ്ങൾ നേരെ സ്വഹാബത്തിനോട് പറയാൻ തങ്ങൾക്ക് ലജ്ജ. ഹൈൽ നിഫാസ് ഇസ്തിഹാദത്തൊക്കെ ഉണ്ടാവുമല്ലോ, അത് നേരെ നബിതങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ലജ്ജ ആയതുകൊണ്ട് തന്നെ തങ്ങൾ ഭാര്യമാരോട് പറഞ്ഞു കൊടുത്ത്, ഭാര്യമാർ അവരുടെ സുഹൃത്തുക്കളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുത്ത്, ആ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത്, ആ സ്വഹാബത്ത് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കും. ദീനെന്തായാലും പുറത്തെത്തും വേണം. തങ്ങളായിട്ട് ലജ്ജ കൊണ്ട് ക്ലാസ് എടുക്കുകയും ചെയ്യാം. ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നു. ലജ്ജ വേണം. കുട്ടികൾക്ക് നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ലജ്ജ. നീ എന്താടാ വസ്ത്രം ഇങ്ങനെ ലജ്ജയില്ലാതെ, നീ എന്താ കുപ്പായിടാണ്ട് ഇങ്ങനെ നടക്കുന്നത്? എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ ഇല്ലേ അവിടെ? ബാക്കി പെണ്ണുങ്ങന്മാരില്ലേ, നീ എന്താ മുറ്റത്ത് കുപ്പായിടാതെ വെറും ലുങ്കി കൊടുത്തിട്ട് നടക്കണത്? അയ്യേ, അത് നിരുത്സാഹപ്പെടുത്തണം ആ സ്വഭാവം. കുട്ടികൾക്ക് നന്മ ഉണ്ടാവാൻ സലിമാമ തുടരുകയാണ്. ആ കുട്ടികളിൽ നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കണം. കണ്ടാ എൻ്റെ മോനെ കണ്ട അൽഹംദുലില്ലാ ഫുള്ള് വിഷയത്തിൽ A+ ആണ്. ആളെ മുമ്പേ ഓനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് മക്കൾ നന്നാവാനുള്ള കാരണം. ഉപ്പാനോടും ഉമ്മാനോടും ഇഷ്ടം ഉണ്ടാവും ആ കുട്ടികൾക്ക്. കണ്ടോ അൽഹംദുലില്ലാ എൻ്റെ മോന് എല്ലാ വിഷയത്തിലും ഫസ്റ്റ് ആണല്ലോ ക്ലാസ്സിൽ, അത് പറയണം. കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണം. കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണം. നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ കുട്ടി നന്നാവാൻ അതൊരു കാരണമാവും. ഇനി തെറ്റ് കണ്ടാലോ? തെറ്റ് കണ്ടാൽ ഒറ്റവട്ട ആ തെറ്റ് തിരുത്തുക. ആ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എപ്പോഴോ ഒരിക്കൽ ആ കുട്ടി ഒരു 10 രൂപ മോഷ്ടിച്ചു. എന്താ മോനെ ഇങ്ങനെ തന്നെയല്ലേ പെരും കള്ളനായാല്? നീ ഉമ്മാന്റെ 10 രൂപ എന്താടാ നീ ചെയ്ത്? എത്ര വലിയ തെറ്റാണ് ഈ മോഷണം എന്ന് പറഞ്ഞ. ആ കുട്ടി അങ്ങ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ഇനി ഒരിക്കലും ചെയ്യൂല വാപ്പ. ഉറപ്പാണോ? ഷുവറല്ലേ? അത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് പറയരുത്. പിന്നെ ഓനെ ഏടെ കണ്ടാലും നല്ല നിലക്കേ പെരുമാറാൻ പറ്റൂ. ഓനൊരിക്കൽ കൂട്ടിയിട്ട് പോകുമ്പോൾ ഉസ്താദ് വരുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കുക, ഫൈസലേ എന്തുപ്പാ മറ്റേത് പറയണ? ഏത്?
10 അതങ്ങനെ ആ കുട്ടിനെ പറഞ്ഞ് ചെറുതാക്കരുതെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു വട്ടം ഒരു തെറ്റ് കുട്ടിന്ന് വന്ന അത് ഒരു വട്ടം തിരിച്ചു കൊടുക്കുക. അത് പറഞ്ഞോണ്ടെന്നിട്ട് ആ കുട്ടീനെ ചെറുതാക്കരുത്. അങ്ങനെ ആയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഉപദേശത്തിന് ഫലം ഉണ്ടാവില്ല. ഓവറായിട്ട് ഉപദേശിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. വല്ലപ്പോഴും പറയാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആൾക്കാർ പറഞ്ഞാൽ നിങ്ങളെ ക്ലാസ് നല്ല ക്ലാസ്സാണ്, എല്ലാ ദിവസവും എടുത്തെന്നാൽ ഓവറാക്കണ്ട, വ്യാഴാഴ്ച ക്ലാസ് ആഴ്ചയിൽ നടക്കും, ദാറ്റ്സ് ഇനഫ്. 110 ആവണ്ട, ഒരു 80 പോയാൽ മതി. അങ്ങനെ ചില പെണ്ണുങ്ങന്മാരുണ്ട് ഭയങ്കരമായിട്ട് ഭർത്താവിനെ നോക്കാണ്ട് ഇബാദത്തും ഓൺലൈൻ മജ്ലിസും. ഭർത്താവിനെ നോക്കൂല. ഭർത്താവ് ചൂടുവെള്ളത്തിനായിട്ടും ചോദിച്ചാൽ ഹെഡ്സെറ്റ് ഊരിയിട്ട് ഫ്ലാസ്കിൽ അതല്ലേ മനുഷ്യ ചൂടുവെള്ളം. ആ ഭർത്താവിൻ്റെ എല്ലാ സ്ട്രോക്കും ബ്ലോക്കും പോയിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാ ഓൺലൈൻ മജ്ലിസിന് ഇരിക്കുന്നത്? ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങണ്ടേ? അപ്പോൾ ഒരു 110 ആവരുത്. സുന്നത്തസ്കാരം കുറേ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി കരയുന്നു, അപ്പൊ ഒന്ന് കുട്ടീനെയും പരിഗണിക്കണം. അങ്ങനെയല്ലേ പഴയകാല ഉമ്മമാർ ചെയ്തത്. 20 റക്അത്ത് തറാവീഹ് തീരുന്നവരെ കുട്ടികളെ കരച്ചിലൊരു മെയിൻറ്റാക്കാതിരിക്കോ? ഇല്ല. ഒരു 10 റക്അത്ത് തറാവീഹ് ആകുമ്പോൾ കരഞ്ഞാല് ഒന്ന് പാലൂട്ടി ശരിയാക്കി ഒന്ന് ഉറക്കി പിന്നെയും നിസ്കരിക്കും, പിന്നെയും ഉറക്കും, പിന്നെയും നിസ്കരിക്കും. അങ്ങനെയല്ലേ ചെയ്തത്. ഇന്നലെ രാത്രി എനിക്ക് വയലുണ്ടായിരുന്നത് പെരുമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ്, കോഴിക്കോട് ജില്ല. ബദറു സാദാത്ത് ഖലീൽ തങ്ങളുടെയും കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവുസ്താദിന്റെ ഒക്കെ സാന്നിധ്യത്തിലാ പരിപാടി. ആ 2 മഹാന്മാരുടെയും ഉസ്താദായ പെരുമുഖം ബീരാങ്കോയ ഉസ്താദിന്റെ ആണ്ട് അനുസ്മരണ പരിപാടിയിലാണ് ഞാനത് പങ്കെടുത്ത് പ്രസംഗിച്ചത്. ട്രെയിനിൽ കോഴിക്കോടേക്ക് പോകുമ്പോൾ ഉസ്താദിന്റെ സ്മരണയ്ക്ക് ഒന്ന് വായിച്ചപ്പോൾ അതിലൊരു വരി കണ്ടു. ഉസ്താദിന്റെ ഭാര്യനോട് പറയാത്രേ, തഹജ്ജുദ് നിസ്കരിക്കണം, നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിലെത്തണ്ടേ എന്ന്. കണ്ടോ? 2 റക്അത്ത് നിസ്കരിച്ച് കുട്ടി കരഞ്ഞാൽ പറയും ഇനി മോനെ നോക്ക്. കണ്ടോ? സൂഫിയാണ്, അത് ഓവറല്ല, മിനിമം സൂഫിസം വേണം ജീവിതത്തിൽ. നല്ലൊരു തിയറിയാണത്, നല്ലൊരു ആശയമാണത്. ചില ആൾക്കാർ കുടുംബമൊന്നും നോക്കാതെ ഭയങ്കര സംഘടനാ പ്രവർത്തനം നടത്തും. ഉമ്മാക്ക് ഗുളിക വാങ്ങിക്കൊടുക്കാണ്ട് എന്ത് മീറ്റിംഗ്, ഭാര്യനെ നോക്കാതെ എന്ത് സാന്ത്വന പ്രവർത്തനം. ഈസാ നബി അലൈഹി സ്വലാമിനോട് ഒരാൾ പറഞ്ഞു എനിക്ക് ദ്വാരക്കണം എന്ന്. ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു എനിക്കെന്താ ജോലി? ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് അങ്ങനെ നടക്കുന്നതെന്ന്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, കുടുംബവും ഭാര്യയും മക്കളും കുടുംബമൊന്നും ഇല്ലാണ്ട് ഒരു ഇബാദത്തും കാര്യമായിട്ട് സിയാറത്തും കാര്യമായിട്ട് നടക്കുന്ന ആളുണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാം വെച്ചാൽ അപ്പൊ നീ എങ്ങനെയാ തിന്നുന്നത്? അപ്പൊ അയാൾ പറഞ്ഞ് എൻ്റെ അനുജൻ എനിക്കെന്തെങ്കിലും ഇടക്കിടക്ക് ചില്ലറ തരും, അങ്ങനെ ഫുഡ് കഴിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാം നിലപാട് വ്യക്തമാക്കി, വഹു അഅബദു മിങ്ക, അയാളാണ് അള്ളാഹ്ക്ക് നിന്നേക്കാൾ ഇഷ്ടമുള്ള ആള്. കണ്ടോ? മക്കള് നന്നാവാൻ ഗസാലി ഇമാം തുടരുകയാണ്. ഹലാല് മാത്രം കഴിപ്പിക്കണം മക്കളെ, ഹലാല് മാത്രം. പറ്റിച്ചിട്ട് ബിസിനസ് നടത്തരുത്, ലോൺ എടുക്കരുത്, ഹറാമായ ബിസിനസ്സിൽ ഏർപ്പെടരുത്, പലിശന്റെ ആളാവരുത്. അങ്ങനെയൊക്കെ സമ്പാദിക്കുന്ന മക്കൾ, അതിൽ നിന്ന് ഉണ്ടാവുന്ന സമ്പത്ത് അത് തിന്നുന്ന മക്കൾ ഒരിക്കലും സ്വാലിഹാവില്ല. മക്കള് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം എന്നുള്ളത്. ഗസാലി ഇമാം പറയുന്നുണ്ട്, അത് ആദ്യം മുതലേ ശ്രദ്ധിക്കണം. കുഞ്ഞിളം കാലത്ത് നിന്റെ ഭാര്യ ആ കുട്ടീൻ്റെ ഉമ്മ പാല് കൊടുക്കുമ്പോൾ ആ മുലപ്പാല് ഹലാലായാലേ കുട്ടി സ്വാലിഹാവുള്ളൂ. അതിന് മുലപ്പാല് ഹലാലാവണമെങ്കിൽ കുട്ടിക്ക് കൊടുക്കുന്ന ഉമ്മാക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം. അതിൽ നിന്ന് വളരുന്ന പാലല്ലേ ഹലാലാവുള്ളൂ. ഹുസ്നുത് തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം,
ഭാര്യക്ക് മഹർ കൊടുക്കുന്നതും ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നതുമായ പണം, സ്വർണം, ഇതൊക്കെ ഹലാൽ ആയാൽ, ഹലാലായ പണം കൊണ്ടാണ് നീ മഹർ വാങ്ങിയത്, ഹലാലായ പണമാണ് ഭാര്യക്ക് കൊടുക്കുന്നതെങ്കിൽ നിനക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹാകും. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം. ഏറ്റവും പ്രധാനമാണ് മക്കൾ നന്നാവാന് അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം എന്നുള്ളത്. അതുകൊണ്ട് ആ സുബീന് ശേഷമുള്ള ഔറാദ് ഒഴിവായാലും അപ്പുറത്തെ വീട്ടിലുള്ള ഈന്തപ്പന മരത്തിലെ പഴുത്ത ഈത്തപ്പഴം കാറ്റടിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വീണാൽ വിശന്നിട്ട് ഉറങ്ങിയ എൻ്റെ മക്കളിത് രാവിലെ കണ്ട് തിന്നുപോകും എന്ന് പേടിച്ച് രാവിലെ തന്നെ സുബീന് ശേഷമുള്ള ഔറാദ് മിസ്സായാലും അതൊക്കെ എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പൊറുക്കി എറിയാൻ വേണ്ടി അബൂ ദുജാന റളിയല്ലാഹു അൻഹു രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടുന്നത് കണ്ടോ. ബുഖാരി ഇമാം റഹിമഹുള്ളയുടെ ഉസ്താദ് ഉപ്പ, ബുഖാരി ഇമാമിന്റെ ഉപ്പാന്റെ പേര് ഇസ്മായിൽ എന്നാണ്. ഇസ്മായിൽ. ബുഖാരി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന് പേര് നമ്മളെ മക്കൾക്ക് കൊടുത്താൽ ആ ഉപ്പാക്കും ഉമ്മാക്കും ആഖിറത്തിൽ പ്രത്യേകമായി പരിഗണന ഉണ്ടാവും. ആ പേരിന്റെ ബർക്കത്ത് ആ കുട്ടിക്കും ഉണ്ടാവും. ആ ബർക്കത്ത് കുട്ടികൾക്ക് കൊടുക്കുകയും വേണം. മുഹമ്മദ് എന്ന് പേരിട്ടവരെ നിന്ദിക്കരുത്, നിരുത്സാഹപ്പെടുത്തരുത്, ചേർത്ത് പിടിക്കണം. മുഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവും. ബുഖാരി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാ, ഉപ്പാന്റെ പേര് ഇസ്മായിൽ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഈ ഇസ്മായിൽ എന്ന ഉപ്പ വഫാത്താവുമ്പോൾ അടുത്തുള്ള ആളോട് പറയാ, എൻ്റെ സമ്പത്തുണ്ടല്ലോ, ഞാൻ മരിച്ചാൽ മക്കൾക്ക് അനന്തരമായിട്ട് കിട്ടുന്ന ഈ സമ്പത്തിൽ ഒരു ദിർഹം, അര ദിർഹം ഹറാമ് പോയിട്ട് ശുബ്ഹത്ത് വരെ ഇല്ല. ഈ പണം കൊണ്ട് ജീവിച്ചോണ്ടാ ബുഖാരി ഇമാമിന് ഇത്രയും ഖബൂലിയത്ത് കിട്ടിയത്. ഈ പണം ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടാ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ ശേഖരിക്കുന്നത് അല്ല, അതിനു മേലെയുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചത്. ഹലാലല്ലാത്ത ഫുഡ് കുട്ടികൾ കഴിച്ചാൽ പിന്നെ ആ കുട്ടീനെ സ്ഥാപനത്തിൽ കൊണ്ടുവിട്ടിട്ട് എന്താ വേണ്ടത്? എങ്ങനെയാ കുട്ടിയിൽ ബർക്കത്ത് ഉണ്ടാവുക? സലിമ പറയാ ലാ ബർക്കത്ത് ഫീഹി, കുട്ടികൾ ബർക്കത്ത് ഉണ്ടാവില്ല. കുട്ടികൾക്ക് ബർക്കത്ത് ഉണ്ടാവില്ല. ആ കുട്ടിയിൽ ഒരു ബർക്കത്തും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതൊക്കെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ മക്കൾ നന്നാവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി സൂചിപ്പിക്കുന്നു. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ, ഒന്ന് മക്കളെ കൊണ്ട് സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മൾ സ്വർഗത്തേക്ക് പോകണം. ആരോഗ്യം കൊണ്ട് എങ്ങനെയാ സ്വർഗത്തേക്ക് പോവുക? ഒന്ന്, ഈ ആരോഗ്യം കൊണ്ട് ഒരു തെറ്റും ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ബുഖാരി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അള്ളാന്റെ മുമ്പിലെത്തിയാൽ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ ഏതായാലും ഞാൻ കുടുങ്ങൂല. കാരണം മഹത്തബത്തു അഹദൻ മുന്തു അലിത്തു അന്നൽ ഗീബത്ത് ഹറാം, ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനെ ഗീബത്ത് പറഞ്ഞിട്ടില്ല. അതാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഈ ആരോഗ്യം കൊണ്ട് കുറേ ഇബാദത്ത് ചെയ്യണം എന്നല്ല ആദ്യം ചിന്തിക്കേണ്ടത്. ഗസാലി ഇമാം ബിദായത്തുൽ ഹിദായയിൽ പറഞ്ഞല്ലോ, ഇബാദത്ത് ചെയ്യാൻ എല്ലാരെ കൊണ്ടുപോകും, പക്ഷെ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് തെറ്റെന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ. വനഹൻ നഫ്സാനിൽ ഹവാ, തെറ്റ് ചെയ്യണമെന്ന് ശരീരം പറയുമ്പോൾ ഇല്ല, ഞാനില്ല. ഏത് ഹോളി ആയാലും, ഏത് ഫെസ്റ്റിവൽ ആയാലും, ഏത് സുഹൃത്തിന്റെ ബർത്ത്ഡേ ആയാലും, സെൻഡ് ഓഫ് പ്രോഗ്രാം ആയാലും, വെഡിങ് ആനിവേഴ്സറി ആയാലും തെറ്റിന് ഞാനില്ല. അങ്ങനെ തെറ്റിന് ചാൻസ് കിട്ടിയിട്ട് തെറ്റെന്ന് മാറി എന്നാൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ എത്തുന്ന വീടിന്റെ പേരാണ് സ്വർഗം. നിസ്കരിക്കാനും ഹജ്ജ് ചെയ്യാനും നോമ്പ് എടുക്കാനും സക്കാത്ത് കൊടുക്കാനും സാന്ത്വന പ്രവർത്തനം നടത്താനും സംഘടനാ പ്രവർത്തനം നടത്താനൊക്കെ നമുക്ക് കഴിയും.
അള്ളയും നമ്മളും മാത്രം ഉള്ള ഒരു സന്ദർഭം ഉണ്ടാവും, രാത്രി ആരുമില്ലാത്ത സന്ദർഭം. അവിടെ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അള്ള ഇഷ്ടപ്പെട്ട ആളാവണം. ചില ചെറുപ്പക്കാരികളുടെ അള്ളാഹ്ക്ക് രാത്രി കാഴ്ചയില്ല, അതുകൊണ്ട് അവർ രാത്രി തെറ്റ് ചെയ്യണം. ചിലരുടെ അള്ളാഹ്ക്ക് വാതിലടിച്ചാൽ കുറ്റിയിട്ടാൽ കാഴ്ച ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ വാതിലടിച്ചിട്ട് തെറ്റ് ചെയ്യണം. തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നമ്മൾ മൊബൈലിൽ നിന്ന് തെറ്റ് കാണുമ്പോൾ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം, എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ധിക്കാരല്ലേ, അള്ളാഹു കണ്ടാലും എന്ത്, അങ്ങനെയല്ലേ നിന്റെ ചിന്ത. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനേ ഉള്ളത്, അള്ളാഹ് കാണുന്നില്ല എന്നാ നിന്റെ വിചാരം. ഇതെന്തൊരു കുഫറാടോ, അള്ളാഹ്ക്ക് കാഴ്ചയില്ല എന്നാ. അന്ധനായ അള്ളാഹിലാണോ നീ വിശ്വസിക്കണത്? അള്ളാഹ് കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നീ തെറ്റ് ചെയ്യുന്നതെങ്കിൽ ധിക്കാരം. അള്ളാഹ് കാണുന്നില്ല എന്നാണ് വിചാരിക്കണമെങ്കിൽ കുഫർ. സമീഉൽ ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തൻതളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സമഉൻ ബസർ ഹയാത്തുനിൽ ഇൽമി കലാമുൻ ഇസ്തമർ. ഇത് ചെറുപ്പത്തിൽ പഠിച്ചല്ലേ, കാണുന്നവൻ, കേൾക്കുന്നവൻ, കഴിവുള്ളവൻ. പിന്നെന്തിനാ നീ അള്ളാഹിനെ കുറിച്ച് ഇതൊക്കെ പഠിച്ചത്? നീ എന്തിനാ മൊബൈലിൽ നിന്ന് സിനിമ കാണുമ്പോൾ, ഹറാമ കാണുമ്പോൾ പെട്ടെന്നൊരു കുട്ടി വന്നപ്പോൾ ഓഫാക്കിയത്? അത് ആ കുട്ടി കാണുന്നുണ്ട്. ആ കുട്ടി ആരാ? അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ്. ആ കുട്ടി കണ്ടാലെന്താ? മോശമല്ല ഉസ്താദേ. ആ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? LKG. വയസ്സെത്ര? 5 വയസ്സ്. ആ 5 വയസ്സുള്ള നിന്റെ ജ്യേഷ്ഠന്റെ കുട്ടി വരുന്നോണ്ടാണോ നീ കണ്ടോണ്ടിരിക്കുന്ന സിനിമ ഹറാമ് ഓഫാക്കിയത്? അതെ. അതിന് ഓൻ വരുമ്പോ ഓഫാക്കിയത് ഓന് കാണുന്നോണ്ട്. ഓനിക്ക് മനസ്സിലാവോ നീ ഹറാമാണ് കാണുന്നത്, അവളുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്? മനസ്സിലാവും. ആ കുട്ടിക്ക് എങ്ങനെ മനസ്സിലായാലും? 5 വയസ്സല്ലേ ഉള്ളൂ. അതേതാ സാധനം ചോട്ടയാണെങ്കിലും തേന സാധനം. അത് ശരി, അത്ര പോലും അള്ളാഹ്ക്ക് തിരിയൂലല്ലേ, പാവം അല്ലേ? അല്ല, ഏത് അള്ളാലാടോ നീ വിശ്വസിക്കണത്? ഏത് അള്ളാല വിശ്വസിക്കണത്? വാതിലടച്ചാൽ കാണാത്ത അള്ളാലോ, ലൈറ്റ് ഓഫ് ആക്കിയാൽ കാണാത്ത അള്ളാലോ, കുറ്റിയിട്ടാൽ കാണാത്ത അള്ളാഹുലോ? പാതിരാത്രി കറുകറുത്ത പാറയിലൂടെ കറുകറുത്ത ഉറുമ്പ് പോകുമ്പോ ആ ഉറുമ്പിന്റെ കാലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് കാണുന്ന അല്ലയാ നമ്മുടെ അള്ളാഹു. എന്നിട്ടാണോ നീ ലൈറ്റ് ഓഫ് ആക്കണത്? എന്താ അള്ളാഹ് കാണൂലേ? നെറ്റ് ഈസ്റ്റർ ക്ലിയർ ആക്കിയതുകൊണ്ടാണോ? ഡിലീറ്റ് ആക്കിയോണ്ടാണോ? നമ്പർ ലോക്കോ, ഫിംഗർ പ്രിന്റോ? ഭയങ്കരാണല്ലോ. ധിക്കരിക്കരുത് അള്ളാഹുവിനെ. ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങാന്ന് പറഞ്ഞാൽ അതിന് അയിമ്മത്ത് എഴുതി വെച്ചു, വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റ അന്യ പെണ്ണിനെ നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അന്യ പെണ്ണിനെ കുറിച്ച് എൻ്റെ മെമ്മറിയിൽ ചിന്ത എന്നെ വന്നിട്ടില്ല. അവരുടെ ഞരമ്പുകളുടെ ശുദ്ധി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവരുടെ തലച്ചോറിന്റെ ശുദ്ധി ആലോചിച്ച് നോക്കൂ. മഹാനായ അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു വഫാത്താവാനിരിക്കുമ്പോൾ അവരുടെ മകൾ വന്ന് കരയുകയാണ്. ഈ മോളോട് ചോദിച്ചു, മോളെന്തിനാ കരയണത്? വാപ്പാനെ അള്ളാഹു നരകത്തിലിടുമെന്ന് പേടിച്ചിട്ടാണോ? വാപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്തുമുകൾ ഓതി തീർത്തിട്ടുണ്ട്. 18,000 ഖത്തുമുകൾ. 25 കൊല്ലം വാപ്പ ഈ റൂമിൽ ജീവിച്ചിട്ട് ഒരൊറ്റ തെറ്റും ഈ റൂമൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ ബെഡ്റൂമിൻ്റെ കഥകൾ നമ്മൾ തന്നെ ഓർത്തെടുക്കൂ. നമ്മുടെ ചുമരുകളുടെ കഥകൾ നമ്മൾ ഓർമ്മിച്ചു നോക്കൂ. നമ്മുടെ ബെഡ്ഷീറ്റുകളും ബെഡും ഡോറും ലോക്കും സ്വിച്ച് ബോർഡും ഫാനും ബൾബുമൊക്കെ അള്ളാഹുവിനോട് എന്താണ്? വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഖിയാമത്ത് നാളിൽ ഭൂമിയുടെ കഥകൾ പറയുമ്പോൾ എന്താണ് അള്ളാഹിനോട് പറയുക എന്ന് നമ്മൾ ഓർത്തെടുത്തു നോക്കൂ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഇഹിം. വായക്ക് സീല് വെക്കുന്നത് ആഖിറത്തിൽ ആദ്യം തന്നെ വെക്കൂല.
കളവ് പറയാൻ വായ ശ്രമിക്കുമ്പോഴാണ് വായക്ക് സീല് വെക്കുക. ഈ കൈകാലുകൾ വർത്തമാനം പറയുന്ന ദിവസത്തെ ഒന്ന് ഓർത്തെടുത്തു നോക്കൂ കൂട്ടുകാരെ. റജബാണ് വന്നത്. ബയ്യൽ സഹീഫത്തക സൗദാ ഫീ റജബിൻ. തെറ്റുകുറ്റങ്ങളാൽ കറുത്തുപോയ ഏടുകളെ വെളുപ്പിക്കാനാണ് റജബ് അല്ലാഹു തന്നത്. എല്ലാ തെറ്റും മായ്ച്ചു കളയണം. ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യാത്ത്. നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ വെളുപ്പിക്കണം. എത്ര കാലമാണ് നമ്മൾ ഈ തെറ്റ് ചെയ്യുക? എത്ര കാലമാണ് നമ്മളിങ്ങനെ ജീവിക്കുക? എത്ര കാലമാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുക? ഈ തെറ്റൊക്കെ നിർത്തി നല്ല ജീവിതത്തിലേക്ക് നമ്മൾ നീങ്ങണം. ആരോഗ്യം കൊണ്ട് പരാജയപ്പെടുന്നവരാണ് ലോകത്ത് ബഹുഭൂരിപക്ഷമെന്ന് മുത്തനബിയോര് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ പരാജയപ്പെടാതിരിക്കാനാണ്. സമയം വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതാണ് പലരുടെയും പരാജയത്തിൻ്റെ കാരണമെന്ന് അവിടുന്ന് ഉപദേശിച്ചത്. നമ്മൾ ഇൻസ്റ്റയും വാട്സപ്പും ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടി മാത്രമാവാനാണ്. ഓരോ രാത്രികളും എന്തിനാണ് നമ്മൾ വെറുതെ കളയണത്? ഒരു മനുഷ്യൻ ബുദ്ധിയുണ്ടെങ്കിൽ സമയം കളയില്ലെന്ന് ആ ഇമ്മത്ത് എഴുതി വെക്കുന്നുണ്ട്. 10 ഖുൽഹു അല്ലാഹു ദിവസവും ഓതിയാൽ സ്വർഗത്തിൽ വീടാണ്. 10 ഖുൽഹു അല്ലാഹു ഓതാൻ ആകെ വേണ്ടത് 2 മിനിറ്റാണ്. 86,400 സെക്കൻഡുകളെയാണ് 24 മണിക്കൂർ എന്ന് വിളിക്കുന്നത്. അതിൽ 2 മിനിറ്റ് ആഖിറത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മളെക്കാൾ പൊട്ടന്മാരാരാണുള്ളത്? ഒരു യാസീൻ ഓതിയാൽ 10 ഖത്മുകൾ ഓതി തീർത്ത കൂലിയാണ്. മണിക്കൂർ വേണ്ടല്ലോ ഒരു യാസീൻ ഓതി തീർക്കാൻ. ഒരു ഖുൽഹു അല്ലാഹു ഓതിയാൽ ഖുർആനിൻ്റെ 1/3 ഓതിയ കൂലിയല്ലേ? 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ജീവിതകാലത്ത് ഓതി തീർത്തിട്ടുണ്ടെങ്കിൽ അൽ ഇത്വാഖത്തുൽ കുബ്ര എന്ന് പറയുന്ന നന്മ അയാൾക്കുണ്ടെങ്കിൽ അയാൾ നരകത്തിൽ പോകൂലെന്നല്ലേ അയിമ്മത്ത് ഹദീസുകളെ വിശദീകരിച്ച് എഴുതി വെച്ചത്. അൽ മസ്ലക്കുൽ ഖരീബിലില്ലേ, തുഹ്ഫത്തുൽ മുരീദിലില്ലേ, കിതാബുകളാകുന്ന കിതാബുകളെല്ലാം നമ്മളോടത് പറഞ്ഞില്ലേ? 70,000 തഹ്ലീൽ എന്നുള്ളത് മരിച്ചവർക്ക് ചൊല്ലാൻ മാത്രമുള്ളതല്ല. ആരും അറിയാതെ ഗ്രൂപ്പിലും സ്റ്റാറ്റസിലും പോസ്റ്റ് ചെയ്യാതെ അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന രീതിയിൽ മരിക്കുന്നതിൻ്റെ മുമ്പ്, അവസാന ശ്വാസം വലിക്കുന്നതിൻ്റെ മുമ്പ് ഒരു 70,000 തഹ്ലീൽ ചൊല്ലിത്തീർത്തൂടെ? റജബ് ആരംഭിച്ചില്ലേ? ആത്മീയമായ ജീവിതമൊന്ന് ആരംഭിച്ചൂടെ? എങ്കിൽ അവസാന ശ്വാസത്തിലെ വാക്ക് അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ കഴിയും. ഒരു ഫാത്തിഹ ഓതിയാൽ ഖുർആനിൻ്റെ 2/3 ഓതിയ കൂലിയ, 20 ജുസ് ഓതിയ കൂലി. ഒരു സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ ഖുർആനിൻ്റെ 1/4 ഓതിയ കൂലിയ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ള സൂറത്ത് ഓതിയാൽ ഖുർആനിൻ്റെ പകുതി 15 ജുസ് ഓതിയ കൂലിയ. 1000 ആയത്ത് ഓതിയിട്ട് ഉറങ്ങിക്കൂടെ എന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോൾ അത് നടക്കോ നബിയെ എന്ന ചോദ്യത്തിന് സൂറത്തു തക്കാസുർ ഓതിക്കൂടെ? അൽഹാക്കുമത് തക്കാസുർ 1000 ആയത്ത് ഓതിയ കൂലിയല്ലേ? ഓ ചെറുപ്പക്കാരെ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴും ഇബ്ലീസും മലക്കും ഒരുപോലെ വരും. എന്നിട്ട് മലക്ക് വലതു ഭാഗത്ത് നിന്നിട്ട് പറയും ഇഖ്തിം ബി ഖൈരിൻ, എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് ഉറങ്ങുമോനെ. വുളൂടുത്തിട്ട് ഉറങ്ങിക്കൂടെ? വുളൂയിലായി മരിച്ച സ്വർഗല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മുസാഫാത്തല്ലേ? രക്ഷപ്പെടൂലേ? വുളൂടുക്കുമോനെ. മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്നല്ലേ മോന് വഅ്ള് കേട്ടത്? ഇന്നലെയല്ലേ മോളെ വഅ്ള് കേട്ടത്? അൽഹാക്കുമുത് തക്കാസുർ സൂറത്തോതു. നീ വുളൂടുത്തിട്ട് ഉറങ്ങിയാൽ എന്തായാലും വുളൂടെ സിനിമ കാണൂലല്ലോ, വുളൂടെ ഹറാമ് ചെയ്യൂലല്ലോ. അതിനല്ലടാ വുളൂ എടുക്കാൻ ഇമാമിങ്ങൾ പറയണത്. എടുക്കുമോനെ വുളൂ. ഒരു ഇദാ സുൽസിലത്തി, ഒരു അൽഹാക്കുമുത് തക്കാസുർ, ഒരു കുല്യാൽ കാഫിറൂൻ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ആയത്തുൽ കുർസി ഓതുമോനെ. 33 സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 34 ആക്കിയിട്ട് 100 ആക്കിയാൽ 1-ന് 10, 100 × 10 1000 കൂലി. എല്ലാ ദിവസവും നീ ഉറങ്ങുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ 1000 കൂലി നിന്റെ അക്കൗണ്ട് ബുക്കിൽ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടൂലേ മോനെ എന്നിങ്ങനെ മലക്ക് പറയും. അല്ലാതെ മറന്നുപോയോ? ചൊല്ലടാ കുട്ടി എന്നിങ്ങനെ മലക്ക് പറയുമ്പോൾ ഇപ്പുറത്തൊരാളുണ്ടാവും, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് പറയും ഇഖ്തിം ബിശർരിൻ,
ഇന്നല്ലേ 4G തീരുന്ന ദിവസം നീ വേഗം ഉറങ്ങിയ അത്രയും GB നഷ്ടല്ലേ? ഇന്നല്ലേ വേൾഡ് കപ്പ് ഫൈനല് കാണാതെ കാണുക? എന്തൊരു പൊട്ടത്തരം! കുറച്ചെങ്കിലും ക്ലിപ്പ് കണ്ടിട്ട് ഉറങ്ങിക്കോടോ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ആരെങ്കിലും ഒരാൾ 18, 19, 20 വയസ്സിൽ മരിച്ചാൽ, വല്ല ആക്സിഡന്റിലും മരിച്ചാൽ, ആഖിറത്തിലെത്തിയാൽ അവനിങ്ങനെ വായിക്കും ഏട്, ഇഖ്റ കിതാബ് വായിക്കട ഏട്, പേര് ഇന്നത്, വയസ്സ് 18, 3 കൊല്ലമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ജീവിച്ചത്, മംഗലാപുരം ഭാഗത്ത് നടന്ന അപകടത്തിൽ മരിച്ചയാണ്. വായിക്ക്. 3 കൊല്ലത്തിനിടയിൽ ചെയ്തത് 3,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. കുട്ടിക്ക് വായിക്കാനുണ്ടാവുക, വേറെന്താ ഉണ്ടാവുക? സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വീഡിയോസ് കാണാം, വേറെന്താ ഉണ്ടാവുക? യൂട്യൂബും റീൽസും നമ്മളാരും കണ്ടിട്ടില്ലെങ്കിലും പൂട്ടിപ്പോകുകയൊന്നും ചെയ്യില്ല. 1. 2, 500 കൊല്ലം നമുക്ക് അള്ളാഹു ആയുസ് തന്നു. മരിച്ചതിന് ശേഷം പിന്നെ ഒരു 500 കൊല്ലം കൂടി എടുത്തോളി എന്നിട്ട് 1000 ആയി, പിന്നെ ഒരു 1000, 2000, പിന്നെ ഒരു 2000, 4000, പിന്നെ ഒരു 4000, 8000, പിന്നെ ഒരു 8000, 16,000 കൊല്ലം നീ ഇവിടെ യൂട്യൂബിലത്തെ വീഡിയോസ് കണ്ടാലും ഇനിയും വീഡിയോസ് ബാക്കിയുണ്ടാവും. ഇത് കണ്ടു തീർക്കലല്ല മനസ്സ നമ്മുടെ ജീവിതം. അതുകൊണ്ട് ആഖിറത്തിലെ എല്ലാ ആൾക്കാരും ടെൻഷനാകുന്ന ഒരു സംഗതി സമയം കളഞ്ഞതോർത്തിട്ടായിരിക്കും. സമയം കളഞ്ഞതോർത്തിട്ടായിരിക്കും. മാഷാ അല്ലാഹ്, നമ്മുടെ മജ്ലിസിന് ദുആ കൊണ്ട് അനുഗ്രഹിക്കാൻ, വേണ്ടതെല്ലാം നൽകാൻ സയ്യിദ് അവറുകൾ എത്തിയിട്ടുണ്ട്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ സാദാത്തുക്കൾക്കൊക്കെ ഉലമാഇന് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. എനിക്ക് ട്രെയിനിന് എത്തണം മംഗലാപുരത്ത് നിന്ന്. ഒരു മഹാൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക. കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ട് പരിസരത്തുനിന്ന്, ഏകദേശം പൂർത്തിയായ മട്ട. ഈ മഹാൻ പരിസരവാസികളോട് ചോദിച്ചു, ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ട് എത്ര കൊല്ലമായി? ഇത്ര കൊല്ലമായി എന്ന് പറഞ്ഞു. അർബഈൻ നവവിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ജറദാനി തങ്ങൾ രേഖപ്പെടുത്തുന്ന ചരിത്രം, അൽ ജവാഹിറുൽ ലുഅ്ലുഇയ്യ ഫീ ശർഹിൽ അർബഈൻ നവവി എന്നാണ് കിതാബിന്റെ പേര്. പിന്നെ ഈ മഹാൻ വീട്ടിലെത്തിയിട്ട് ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ആ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായത് എത്ര കൊല്ലമായി എന്ന് ചോദിച്ചത്? ആഖിറത്തിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ? എത്ര കൊല്ലം ആയാലെന്ത്, ആയിട്ടില്ലെങ്കിൽ എന്ത്, എനിക്ക് ആഖിറത്തിൽ എന്താ അതിനെക്കൊണ്ട് ഉപകാരം? വേണ്ടാത്ത പണിക്കാണല്ലോ നിന്നതല്ലേ. എന്നിട്ട് സ്വന്തം ശരീരത്തോട് പറയാ, നീ എന്തിനാണ് ആ കാര്യത്തിൽ എൻഗേജ് ആയത്? നിനക്ക് ആഖിറത്തിൽ അതിനെ കൊണ്ടെന്ന ഉപകാരം? ഒരു ഉപകാരമില്ലല്ലോ. ഒരു പണിഷ്മെന്റ് ഉണ്ട്, അതിന് മേലാൽ ഈ പരിപാടിക്ക് നിൽക്കരുത്, യൂട്യൂബ് തുറക്കരുത് എന്നാ പറയണത്. ഇനി മേലാൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. എന്താണെന്നറിയോ പണിഷ്മെന്റ് കൊടുത്തത്? 1 കൊല്ലം സുന്നത്തോമ്പ് എടുക്കണമെന്ന്. ഫസ്വാമ 1 കൊല്ലം സുന്നത്തോമ്പ് എടുത്തു. എന്തിന്? ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചത് ആഖിറത്തിൽ ഉപകാരമില്ലാത്ത ചോദ്യമായതുകൊണ്ട്. നമ്മളൊക്കെ നമ്മളെ സമയത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അതുകൊണ്ടാണല്ലോ ഖുർആനിൽ നരകത്തിലെത്തിയ മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നരകത്തിലെത്തിയ മനുഷ്യന്മാര് പറയുമത്രേ, റബ്ബന അഖ്രിജ്ന, നമ്മളൊന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കുമോ? അല്ലാഹുവിക്ക് എന്തിനാ ദുനിയാവിലേക്ക് തന്നെ അയക്കുമോ? എന്തിന്? എനിക്ക് ദുനിയാവിൽ നിന്ന് എന്താ വേണ്ടത്? ഭാര്യനെയാ? അല്ല. വീടോ? അല്ല. വണ്ടിയോ? അല്ല. പണമോ? അല്ല. സമയം. എന്തിനു സമയം വേണ്ടത്? നഅമൽ സ്വാലിഹൻ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നന്നായിക്കോളാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത തെറ്റും റീൽസും യൂട്യൂബിലൊന്നും ഞാൻ ഇറങ്ങി അമരൂല, ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം. ലാസ്റ്റ് സീൻ ടുഡേ 12:36, 1:35 ഞാൻ ഇനി അങ്ങോട്ടുണ്ടാവില്ല. കുറച്ച് ദിവസം നല്ല ജീവിതം നയിക്കാൻ ദുനിയാവിലേക്കൊന്ന് എന്നെ പറഞ്ഞേക്കോ? അപ്പോൾ അല്ലാഹുവിക്ക് പണ്ട് എനിക്ക് ദുനിയാവിൽ ജീവിതം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിന്. അന്നേരം എന്താ നന്നാവാതിരുന്നത്? അന്നേരം പിന്നെ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ് ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് നന്നാവണമെന്ന് വിചാരിച്ചതായിരുന്നു.
പിന്നെ പെട്ടെന്ന് ആക്സിഡൻറ്റിലായിട്ട് മരിച്ച്. എത്ര വയസ്സിലാണ് മരിച്ചതിന്? 19-ാം വയസ്സ്. നീയോ? അല്ല, ഇവള് അനിയത്തി 19-ാം വയസ്സിലാണ്, ഞാൻ 21-ാം വയസ്സിൽ മരിച്ചതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത് രണ്ടാളും ആണല്ലോ നിങ്ങൾ. ശരി. അപ്പോൾ കാര്യമായിട്ട് നന്നാവേണ്ട പ്രായമൊന്നും കിട്ടിയിട്ടില്ല എന്നർത്ഥം. അതെ 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 അതെ. ശരി. അപ്പോൾ അള്ള തിരിച്ച് അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സാറിന് എത്ര വയസ്സ് പറഞ്ഞേ? 21. 16 വയസ്സുള്ള ചുണക്കുട്ടികളതാ സംഘടനാ പ്രവർത്തകർ സ്വർഗത്തിൽ. 16. ഓൻ 16 വയസ്സിൽ ആക്സിഡൻറ്റിൽ മരിച്ച തന്നെ നിന്നെ പോലെ. പ്ലസ് 5 കൊല്ലം സാറിന് കിട്ടിയില്ലേ? 21 കിടക്കുന്ന നരകത്തിൽ. മാഡത്തിന് എത്ര വയസ്സ് പറഞ്ഞേ? 19. 15 വയസ്സുള്ള ഫാത്തിമമാരതാ സ്വർഗത്തിൽ. പ്ലസ് 4 കൊല്ലം ഉണ്ടായിട്ടില്ലേ നരകത്തിൽ. ലാസ്റ്റ് സീൻ ടുഡേ 2:36. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഈ പരിപാടിക്ക് സഹകരിച്ച, സഹായിച്ച, സംഘാടനം നിർവഹിച്ച, ഭക്ഷണം നൽകിയ, ചീരണി നൽകിയ, ഭക്ഷണം, വെള്ളം ഒക്കെ നൽകിയ, ചിന്തകൾ കൊണ്ട് ആലോചനകളൊക്കെ നിർവഹിച്ച സംഘടനാ പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ ദുആയിലുണ്ടാവണമെന്ന വസിയത്തോടെ ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.